ഗൈസ് നമ്മുടെ വണ്ടി കൊണ്ടുപോയി നൈസായിട്ടൊന്ന് തട്ടിയിട്ടിട്ടുണ്ട്. തട്ടിയിട്ട ആളാണ് ഇരിക്കുന്നത്. പാവം വിഷമിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വണ്ടിയല്ലേ, അതൊക്കെ നടക്കുന്ന നെറ്റിലും ബോൾട്ടോണ സാധനം, അത് എപ്പോൾ എന്തുണ്ടാവുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കേരള കേരള हाँ सारे अलग केरला का हाँ केरला इधर घूमने आए क्या? नहीं अहमदाबाद में काम कर रहे हैं. अहमदाबाद में काम कर रहे हैं. आप लोग कहाँ से आए? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ സ്വന്തം ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. ഞാനുണ്ട്, ആർച്ചിയുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഒരു പാളിച്ച പറ്റി ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തണുപ്പുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു സ്പീഡ്, നമ്മൾ ഉദ്ദേശിച്ച ആ സ്പീഡിൽ പോകാനായിട്ട് പറ്റിയില്ല. വളരെ പതുക്കെ 30-35 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. എന്താ വെച്ചാൽ അത്രയ്ക്ക് തണുപ്പാണ്. നമ്മളൊരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് നിർത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ ശരിക്കും മരവിച്ചിരുന്ന പോലത്തെ ഒരു തണുപ്പ്, അത്രയ്ക്കും തണുപ്പ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫീൽ ചെയ്തത്. നമ്മൾ കുറേ യാത്ര ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് ബ്ലോഗായിട്ട് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പുറ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് പറ്റാത്തൊരവസ്ഥയും, പിന്നെ വണ്ടി ഓവർഹീറ്റ് ആവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള കാരണം നമ്മൾ ട്രാവലിംഗ് ഒക്കെ കുറച്ച് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നടാബേറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ 0 പോയിൻറ്റും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിർത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് ഞാൻ മാർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി നമ്മളൊന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ 1-2 റെസ്റ്റോറൻറ്റ് ഉണ്ട് അടുത്തായിട്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ പാപ്പടം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെയാണ് കിട്ടുക കാലത്ത് തന്നെ. അപ്പം അത് നമ്മൾ കഴിക്കാൻ നിന്നില്ല. അത് നമ്മൾ സോമനാഥ് പോയിട്ട് കഴിച്ചിട്ട് നൈസായിട്ട് പണി കിട്ടിയതാണ് ആർച്ചയ്ക്ക്. അപ്പോൾ ഒരു 2 കാപ്പിയും അതേപോലെ തന്നെ കേക്കാണ് വാങ്ങിയത്. അത് പാക്കറ്റാണ് വാങ്ങിയത്. ഇവിടെ നിന്ന് വാങ്ങാൻ നിന്നില്ല. നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യല്ലോ, നമുക്ക് ഇത്രയും ദൂരം പോയിട്ട് റിട്ടേൺ വരേണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 2 കാപ്പിയും കുടിച്ചു. അതുപോലെ തന്നെ ആ ഒരു കേക്കും തിന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല അത്യാവശ്യം നല്ല നീറ്റൊക്കെ ആയിരുന്നു കേട്ടോ കേക്ക്. അങ്ങനെ കഴിച്ച് നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിറങ്ങി കേട്ടോ. ഇതാണ് റോഡ് നമുക്ക് പോകാനുള്ളത്. SH18 ആണ് ഈ കാണുന്നത്. അപ്പം അതിൽ കൂടെയാണ് പോകുന്നത്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് വീടുകളോ കടകളോ ആരും ഇല്ല. സ്ട്രെയിറ്റ് റോഡാണ്. ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ വണ്ടികളോ ഇല്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പോകണം. പരിചയമില്ലാത്തൊരു റോഡാണ്, പക്ഷെ സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അവിടെ കണ്ടോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് എനിമൽസിനെ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഡോഗ്സ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരുടെ വേഷങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രാമീണത ഉള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതാ ഒരു അച്ചാച്ചനെ നോക്കി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് കാറായാലും ബൈക്കായാലും ശ്രദ്ധിക്കണം. കാറാണെങ്കിൽ പിന്നെ കാറിൽ ഇരിക്കുന്നവർക്ക് വലിയ പരിക്ക് പറ്റില്ല എന്ന് വിചാരിക്കാം. ബൈക്കാണെങ്കിൽ നല്ല പരിക്ക് പറ്റും. അനുഭവം ഗുരു. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറ്റിയെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, വണ്ടി ഇങ്ങനെ മാറി മാറി ഓടിക്കാന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡ് ആവില്ലല്ലോ. ഇപ്പോൾ 2 പേർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പം ഇനി എൻ്റെ ടേൺ കഴിഞ്ഞു. ഇനി ഞാൻ വണ്ടി കൈമാറാണ്. അപ്പം ഇനി ആർച്ചാണ് ഓടിക്കുന്നത്. അപ്പം ഇനി അവിടെ എത്തുന്ന ഒരു ആർച്ച് ഓടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിന് വലിയ മാറ്റമൊന്നുമില്ല. സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. അപ്പുറത്തും പുറത്തും ആരുമില്ല. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ വിജനംബിച്ച റോഡ്. അങ്ങനെ ഇനി കുറച്ച് നേരം ആർച്ച് ഓടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിലിരുന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറയിൽ. അപ്പോൾ കുറച്ച് സൈഡ് ആംഗിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. തൊട്ടടുത്ത് വീടുകളോ അല്ലെങ്കിൽ കടകളോ ഒന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിൽ വണ്ടി ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ക്യാമറ ഇത്രയും നീട്ടി ഞാൻ പിടിച്ചേക്കുന്നത്. കണ്ടോ, ബാക്കിൽ ഒരു വണ്ടിയും ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലും വണ്ടികൾ കുറവാണ് കേട്ടോ. ഏകദേശം ഇനി ഒരു 20 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് സ്ഥലത്തെത്താനായിട്ട്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇഷ്യൂ ഞാൻ പറയാറില്ലേ, എനിമൽസിന്റെ കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ 1-2 ഡോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിഞ്ഞൊക്കെ പോയിരുന്നു. പിന്നെ നിൽഗി എന്ന് പറഞ്ഞൊരു എനിമൽ ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആണ്. വണ്ടിയുടെ മുകളിൽ ചവിട്ടിച്ചാടും. അതൊരു പശുവിന്റെ അത്രയ്ക്കുണ്ട്. ഒരു പശുക്കുട്ടിയുടെയും പശുവിന്റെയും
ആ ഒരു വലിപ്പം ഒരു മീഡിയം സൈസിലുള്ള സാധനമാണ് ഈ നിൽക്കി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ഡോഗ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് ഇപ്പൊ തന്നെ ഒരുത്തൻ ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ഇവരൊക്കെ എപ്പോഴാണ് ക്രോസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് തന്നെ നിശ്ചയമില്ല. അതാ നിൽക്കുന്നതാണോ. അപ്പോൾ ഈ നിൽക്കി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡേഞ്ചർ ആണ്. ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ്. ഭയങ്കര സ്പീഡാണ്. അതുപോലെ തന്നെ അത് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബൈക്കുമ്മൽ ചവിട്ടിയിട്ട് അത് ചാടാൻ നിൽക്കും. അങ്ങനത്തെ ഒരു ഡേഞ്ചർ എനിമലാണ്. ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഗാന്ധിനഗർ പോയപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അത് ഗാന്ധിനഗർ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ അകത്തല്ല. പക്ഷെ അത് ഭയങ്കര ശാന്തതയായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂറൽ ഏരിയ ആയ കാരണം നമുക്ക് ഇതിനൊരു ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു എനിമലായിട്ടാണ് ഇത് ഇവിടെ. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആണ് അതിന്റെ ഒരു മൂമെന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും എന്താണ് ഉണ്ടാവുന്ന വെച്ചിട്ട്. ഇപ്പൊ ഒരു ചെറിയൊരു പാലാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിട്ടൊന്ന് ഗ്ലോബൽ വ്യൂലാക്കി ഇട്ടതാണ് കേട്ടോ. വെള്ളമൊന്നും ഇല്ല, വെള്ളമൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇനി നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 20 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പൊ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ ഏകദേശം വൈറ്റ് റൺ ഒക്കെ പോലെ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. റാൻ ഓഫ് കച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത് എന്തായാലും പോകുമ്പോൾ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നഡാബേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ള ആ ഒരു എൻട്രി ആണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള വീഡിയോസ് ആ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിരുന്നോ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ്. ഒരു മരമോ അല്ലെങ്കിൽ ഒരു വീടോ ഒരു ബിൽഡിങ്ങോ ഒന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കാണ്. അപ്പൊ ആർച്ചനെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതായത് ആർച്ചയ്ക്ക് വണ്ടിയിൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ. അപ്പൊ ഞാനാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ആർച്ച കുറച്ച് റിസ്കി ആയിട്ടാണ് ബാക്കിലിരിക്കുന്നത്. അതുകൊണ്ട് പയ്യെ പയ്യാണ് വന്നത്. കുറച്ച് ടൈം നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയി. അപ്പൊ അതെങ്ങനെ സംഭവിച്ചെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. അപ്പൊ ആർച്ചാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു തണലുണ്ട്. അപ്പൊ അവിടെ ഇരുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആർച്ച ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കാലിന് ചെറിയ പരിക്കുണ്ട്. അപ്പോ ഇറക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിയപ്പോ കാലില് തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ഡോക്ടർ. 2 ഇഞ്ചക്ഷൻ കൊടുത്തു. ഒന്ന് വേദനയ്ക്കുള്ളതും പിന്നെ മറ്റേ TTയും എടുത്തിട്ടുണ്ട്. അതുപോലെ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതിന് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കലാണ്. ഇവിടെ നിന്ന് 0 പോയിന്റിലേക്ക് ബസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അതിന് ചാർജ് വരുന്നത്, എൻട്രി ടിക്കറ്റിന് ചാർജ് വരുന്നത് 100 രൂപയാണ് വലിയവർക്ക്. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപ, സ്റ്റുഡൻസിനൊക്കെ 50 രൂപ ഉള്ളൂ. ഫോറിനേഴ്സിനാണെങ്കിൽ 500 രൂപ കേട്ടോ. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം നമ്മൾ കരുതണം. ആധാർ കാർഡിന്റെ ഒറിജിനൽ നമ്മളിവിടെ കാണിച്ചാലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അതൊരു ബാൻഡ് പോലത്തെ ടിക്കറ്റ് ആണ്. അതിൽ QR കോഡ് സ്കാനർ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് ഇവിടെ കുറെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് അതിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതുവഴിയാണ് പേയ്മെന്റ് ഇവിടെ നടക്കുള്ളൂ. നമ്മൾ പോകുമ്പോൾ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പഞ്ചാബി താളിയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ അത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതാണ് ഭക്ഷണം. നല്ല നീറ്റ് ഭക്ഷണമാണ്. ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, അതുപോലെ തന്നെ പപ്പടം ഉണ്ട്, പിന്നെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ ഒരു കോളിഫ്ലവറിന്റെ കറിയും, പിന്നെ നമ്മുടെ മറ്റേ ഇവിടെ സ്ഥിരം കിട്ടുന്ന ഒരു സാധനമാണ് പനീർ. പനീർ കറി ഉണ്ടായിരുന്നു. അപ്പൊ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ ഒരെണ്ണം കഴിച്ചുള്ളൂ കേട്ടോ. ആർച്ചയുടെ കാല് കണ്ടില്ലേ, ഈ അവസ്ഥയിലായിട്ടുണ്ട് കാല്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പൊ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ഒരു സാറിനോട് ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് ബസ് കിട്ടാന്ന്. ആർച്ചയ്ക്ക് പിന്നെ സുഖമാണ്, ഇവിടെ നടക്കൊന്നും വേണ്ട, സുഖമായിട്ട് പോവാം, ക്യാമറയും പിടിച്ചിരുന്നാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ആർച്ചയാണ് കേട്ടോ നമ്മുടെ ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരാള്. നമുക്ക് പോകേണ്ടത് ആ റൈറ്റ് സൈഡിൽ കൂടെയാണ്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങിന്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. പക്ഷെ നമ്മളോട് ഈ ഒരു സെക്യൂരിറ്റി BSF ആണോന്ന് അറിയില്ല, പുള്ളി നമ്മളോട് പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കുറച്ച് പരിഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ ആർച്ചയ്ക്ക് വയ്യാത്ത കാരണം നമ്മൾക്ക് ക്യൂ ഒന്നും നിൽക്കണ്ട കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ബസ് വരുമ്പോൾ അതിലേക്ക് ആദ്യമേ കയറി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീൽ ചെയർ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. 0 പോയിന്റ് വരെ നമുക്ക് വീൽ ചെയർ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ പുള്ളി നോക്കുന്നുണ്ട് ബസ് വന്നോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബസ് വരുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നല്ല കാറ്റാണ്. കാറ്റ് ശരിക്കും മൈക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് വോയിസ് ഓവറായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ആർച്ചയ്ക്ക് നല്ല പണിയാണ്. റോട്ടിൽ ചെറിയ ചെറിയ കുഴികളും ചെറിയ ചെറിയ കട്ടറുകളൊക്കെ ആർച്ചയ്ക്ക് കറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും.
ആർച്ചയുടെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുണ്ടോ? അതന്നെ എനിക്ക് ആർച്ചോടും പറയാനുള്ളത്, റോഡിൽ നോക്കി വണ്ടി ഓടിക്കടേ. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു പാട്ടുണ്ട്. ആ പാട്ടുള്ള കാരണമാണ് ഞാൻ ഇവിടുത്തെ വോയിസ് കട്ട് ചെയ്തുള്ളത്. എന്താ വെച്ചാൽ അത് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടാനുള്ള നല്ല സാധ്യതയുള്ള പാട്ടാണ്. നമുക്ക് പ്രത്യേക മുൻഗണന. നന്നായത്. हाँ बेचो गाड़ी लगी साइड में पीछे कर दो साइड बेचो आ गाड़ी में चढ़ी दो बराबर. गाड़ी अंगत ले जाओ तो अंगत होल्ड કરી દો, ગાડી મૂકી દો. હો આવે ને એટલે ચડી જાઓ. ഓക്കെ ഉണ്ട് തയ്യാറാണ്. കേറട്ടെ? കേറട്ടെ? വാ കേറാം. ഇറങ്ങട്ടെ? ഞാൻ കേറാം. ये कवर अच्छी ले जाओ सर. हाँ ले जाओ. बस पे रखने के लिए भी बोला था. बैग के रखो. क्या पैर में क्या प्रॉब्लम? एक्सीडेंट हुआ था. तो अभी घर पे रेस्ट करो यार. अभी ये नहीं, इधर आके पास में. हाँ यहाँ से दे मैं इधर हाथ में देखो. अच्छा इधर आके इश्यू आया था इसलिए. इधर 200 किलोमीटर आया. अच्छा, पास में वो तो है. ठीक है, मैंने सोचा कि घर पे. नहीं इधर पास में बाइक से गिरा था. कोई नहीं ठीक है. आ जाओ. ये बैठते साथ में वो रखो देंगे यार. ठीक है ड्राइवर. थैंक यू. വീട്ടിൽ കൊണ്ടിരുത്താൻ കാലിന് വയ്യെങ്കിൽ പിന്നെ റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നാൽ പോരെ എന്നാണ് അവർ ചോദിച്ചത് നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ പറ്റിയത്, തൊട്ടടുത്ത് വെച്ചിട്ടാണ് പറ്റിയത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണോ പറ്റിയത്, എന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മളോട് വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ബാഗൊക്കെ അവരെടുത്ത് വെച്ചു. എൻ്റെ കൈമിൽ ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈയുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് പ്രശ്നം പറ്റുള്ളൂ, വേറൊരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ സേഫ്റ്റി ഗിയർ ഇട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഗ്ലൗ ആണ് ആർച്ചിക്ക് ഒരു കൊടുത്തത്, അതുകൊണ്ടാണ് എൻ്റെ കൈക്ക് അവിടെ പരിക്ക് പറ്റിയത്. ഇല്ലെങ്കിൽ എനിക്ക് ആ ഭാഗം കൂടി ഓക്കെ ആയിരുന്നു. അപ്പൊ ആർച്ച ഗ്ലൗ ഇട്ടുകൊണ്ട് ആർച്ചയുടെ കൈക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടാ നമ്മൾ വീണ വീഡിയോ ഉണ്ടോ എന്ന്. എന്താന്ന് വെച്ചാൽ ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ 240 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. അപ്പൊ ഇത്രയും സമയത്തെ റെക്കോർഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് നല്ല നല്ല ഭാഗങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് റെക്കോർഡ് ചെയ്തത്. ഇനി നമ്മൾ വീഴുന്ന കാര്യം നമുക്ക് ആദ്യം അറിയായിരുന്നെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട്. പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഇങ്ങോട്ട് കയറുമ്പോ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീൽ ചെയറിൽ വന്നപ്പോ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കയറുമ്പോ എല്ലാവരും നമ്മൾ നോക്കുന്നത്. ഇനി നമ്മുടെ ചെയർ ഇനി അവർ കയറ്റി വെച്ചില്ലെങ്കിൽ ആർച്ചനെ ബസ്സിൽ തന്നെ ഇരുത്തിയിട്ട് ഞാനവിടെ പോയി കറങ്ങേണ്ടി വരും. അപ്പൊ എന്തായാലും ചെയർ വെക്കണ്ടോന്നൊന്ന് നോക്കണം. പിന്നെ ബസ്സിൽ കറക്റ്റ് സീറ്റിംഗ് ആയാൽ മാത്രമാണ് ഇവിടുന്ന് ആളുകൾ വിടുള്ളൂ. എന്തായാലും സീറ്റിംഗ് ആവും. എന്താ വെച്ചാൽ അതിനനുസരിച്ച് കറക്റ്റ് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ 2-3 ബസ് ഉണ്ട് ഇവിടെ ട്രിപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ പ്രൈവറ്റ് വണ്ടികളൊക്കെ കടത്തി വിടും കേട്ടോ. നമുക്ക് അതിനായിട്ട് ചെറിയൊരു പേയ്മെന്റ് അവിടെ ചെയ്യണം. ബൈക്കും കടത്തി വിടുന്നുണ്ട്, കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ചെയ്താൽ വിടും. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ ഇതായത് കൊണ്ടാണ് നമ്മൾ ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോകാൻ മുതിരാഞ്ഞത്. വലിയ കംഫർട്ടൊന്നും ഇല്ല ആർസിക്ക് പോകാനായിട്ട്. പിന്നെ നമുക്ക് വീൽ ചെയർ ആവശ്യമാണ്. അപ്പൊ ബസ് തന്നെയാണ് നമുക്ക് നടക്കുള്ളൂ. പിന്നെ കാറൊക്കെ ആയിരുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പോവായിരുന്നു. അങ്ങനെ ഏകദേശം ബസ് ഫുൾ ആയിട്ടുണ്ട്. ഇനി ആർച്ചയുടെ ആ വീൽ ചെയർ കയറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. അപ്പൊ ഞാനും ആർച്ച അതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഭയങ്കര നോയ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ വോയിസ് ഓവർ ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഓൺ വോയിസ് നിങ്ങൾക്ക് അത് കേൾക്കാമായിരുന്നു. എനിക്കറിയാം ഞാൻ ഏതോ ഇംഗ്ലീഷ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫോണിനകത്ത് നോക്കിയാൽ ബസ്സിൽ നിറച്ച ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മള് വീട്ടിലൊന്നും പറഞ്ഞില്ല കേട്ടോ, നമ്മൾ വീണ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇറങ്ങുമ്പോഴാണ് അവര് തന്നെ അറിയുന്നത്. ഇനി അതിന്റെ പുകിൽ എന്തൊക്കെയാവോ ഉണ്ടാവാവോ. പക്ഷെ വലിയ ഡാമേജോ അല്ലെങ്കിൽ വലിയ പരിക്കൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പൊ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നിരന്തരം കോളുകൾ വരും, നല്ല ചീത്ത കേൾക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോ ഇനി അതൊക്കെ കണ്ടറിയാം. ഈ വീഡിയോ വരുന്നതോടുകൂടിയാണ് വീട്ടിലും നാട്ടിലും എല്ലാം അറിയുള്ളൂ. ഇപ്പോ ഇതാരോടും പറഞ്ഞിട്ടില്ല വീണ കാര്യം. വലിയ പരിക്കൊന്നുമില്ല, ചെറിയൊരു വീഴ്ച. മണ്ണിലാണ് വീണത് നമ്മള്, റോട്ടിലല്ല. ഇനി വീണത് എങ്ങനെയാന്ന് പറഞ്ഞുതരണ്ടേ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വീട്ടിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ വീട്ടിലേക്കുള്ള വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വീണതെന്നും അതുപോലത്തെ കറക്റ്റ് എന്താണ് ഉണ്ടായെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ബസ്സിൽ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആളുകൾ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു സെക്യൂരിറ്റി പോസ്റ്റ് കൂടി ഉണ്ട്. അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടാവും. ആ ചെക്കിങ്ങും കൂടി കഴിഞ്ഞ് അവർ ാണ് നമ്മൾ അകത്തേക്ക് വിടുള്ളൂ. അവിടെയാണ് ഈ പ്രൈവറ്റ് വണ്ടികളൊക്കെ പോകുമ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ശരിക്കും ഒരു ഡിവിഷനോ അതുപോലെ തന്നെ അവിടെ മണ്ണിലേക്ക് വണ്ടി ഇറക്കാനോ പാടില്ല. അവിടെ നമുക്ക് കുറച്ച പോലൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അത് ചെറിയ ചതുപ്പ് പോലൊക്കെ ഉണ്ട്. അതായത് ചെളി പോലൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വണ്ടി പെട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ വീൽ ചെയർ കയറ്റി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതൊന്നും നോക്കട്ടെ ഞാന്. അപ്പോ അവര് കയറ്റി വെക്കാൻ ബസ്സിന്റെ അടിയിലത്തെ ഡിക്കിയില് കയറ്റി വെക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യണം. അപ്പൊ ആർച്ചയുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് നേരെ വീൽ ചെയറിന്റെ കാര്യം ഒന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ കുറച്ചും കൂടി ആളുകൾക്കുള്ള സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവരോട് വന്ന് നോക്കിയോ, സീറ്റ് കാലി കണ്ടപ്പോ 1-2 ആളുകളെയും കൂടി കയറ്റുന്നുണ്ട്. അപ്പൊ അവരും കൂടി ഈ ബസ്സിനകത്ത് കയറിയതിന് ശേഷം ഒന്ന് നോക്കി നോക്കാം നമ്മുടെ വീൽ ചെയർ എന്തായെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് പോയി നോക്കിയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ അറിയില്ല ഈ സാധനം ഇവിടെ കയറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ അപ്പൊ ആർച്ച പിന്നെ ലോക്കാവും. ആർച്ച ലോക്ക് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ, ഞാനും കൂടി അതിന്റെ കൂടെ ലോക്കാവും. അപ്പൊ അവളില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയിട്ട് കാണലൊരു ത്രില്ല് ഇല്ലല്ലോ. പിന്നെ ഒന്നാമത് വീണ്ടും പോയിട്ട് പിന്നെ വരേണ്ടി വരും. അപ്പൊ ഞാൻ ഒന്ന് ബസ്സിൽ നോക്കിയപ്പോ നമ്മുടെ വീൽ ചെയർ ആണ് ആ കയറ്റി വെക്കുന്നത്. ബസ്സിന്റെ പേര് ഹാപ്പി, ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ഇത് മറ്റേ ടെൻഡർ എടുത്തേക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ഹാപ്പി എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ്സുകാര്, അവരെ ബസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസിനായിട്ട്. അങ്ങനെ നമ്മുടെ ഞാൻ അവിടെ നിന്ന് നോക്കിയതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആള് പറഞ്ഞു വരേണ്ട കുഴപ്പമില്ല, ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കയറി ഇരുന്നോളൂ. അവിടെ ചെല്ലുമ്പോൾ ഡ്രൈവറെ അടുത്ത് പറഞ്ഞാൽ മതി, പുള്ളി ഇത് ഇറക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ 0 പോയിന്റ് വരെ നമുക്ക് ഈ ഒരു വീൽ ചെയർ യൂസ് ചെയ്തിട്ട് അവിടെ ഒക്കെ കണ്ട് കറങ്ങി വരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള യാത്ര, ബസ്സിലുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യും. ആ ഒരു ചെക്കിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ 0 പോയിന്റിലേക്ക് എത്താം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ 0 പോയിന്റിലേക്ക്. ഇവിടൊക്കെ നല്ല ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത്, കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ കിടക്കുകയാണ്. कहाँ से आया? കേരള കേരള केरला सारे? नहीं अच्छा अरे हाँ सारे अलग है। केरला कहाँ पे? हाँ केरला है। इधर घूमने आए क्या? नहीं अहमदाबाद में काम कर रहे हैं। अहमदाबाद में काम कर रहे अहमदाबाद में हैं। काम कर। आप लोग कहाँ से आए? यूपी यूपी। പുള്ളി ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കുന്നുള്ളെങ്കിലും പുള്ളി ഭയങ്കര ഫോക്കസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. എല്ലാരെയും നോക്കുന്നുണ്ട്, കറക്റ്റ് കണ്ണിലേക്കാണ് നോക്കുന്നത്. എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ നൈസ് പണിയായിട്ട് കിട്ടും. അവര് നല്ല ഭയങ്കര ഒരു ഇതിലാണ് കേട്ടോ നമ്മളെ നോക്കുന്നത് തന്നെ. അങ്ങനെ അവരുടെ ചെക്കിങ് കഴിഞ്ഞിട്ടോ നമുക്കപ്പോൾ പാസ് കിട്ടി. വണ്ടിയിൽ എത്ര പേരുണ്ടെന്നുള്ള ഒരു എണ്ണം ഉണ്ട്, അത് അവർക്ക് കൊടുക്കണം. ഒരു സ്ലിപ്പിൽ എഴുതിയിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഡ്രൈവർ എഴുതി കൊടുത്തോളും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഗേറ്റ് വെക്കും.
അപ്പൊ ഇതിന്റെ ഇടയിൽ പ്രൈവറ്റ് വണ്ടികളൊക്കെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ, കാറ് അതുപോലെ തന്നെ ജീപ്പുകൾ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിക്കുള്ള അനുമതി കിട്ടിയപ്പോൾ നമ്മൾ പോവാണ്. ഇതിന് അനുമതിയൊക്കെ കിട്ടും, അത് വലിയ ചടങ്ങൊന്നല്ല. ഇവര് ഇവിടെ കോൺട്രാക്ട് എടുത്തുള്ളതാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പ്രൈവറ്റ് ബസ്സുകാര്. അപ്പൊ ഇവരെ കമ്പനി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കമ്പനീസിന്റെ ബസ് ഒന്നുമില്ല. പിന്നെ സ്കൂൾ ബസ്, കോളേജ് ബസ് ഇതൊക്കെ കയറ്റി വിടുന്നുണ്ട്. അത് അവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ആ ടിക്കറ്റ് എടുത്തില്ലേ, അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ണം കുറവാണ്. അതായത് വീതി വളരെ കുറവാണ്. നമ്മളിപ്പോ ഈ ഒരു ബസ് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കാറോ ബസ്സോ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. അത് ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പുറത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ഈ റോഡിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് സ്ഥലത്തുമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാന്ന് പറയില്ലേ, വിജൃംഭിച്ച് കിടക്കാണ്. അപ്പൊ ഇത് കടൽ വെള്ളം കയറി വരുന്ന സ്ഥലമാണ് ഇത്രേ. ഇവിടേക്ക് കടൽ വെള്ളം കയറി വരും ചില സീസണിൽ, ഇവിടേക്ക് കടൽ വെള്ളം കയറി വരും. അതുപോലെ തന്നെ ഇത് വറ്റി പോകുമ്പോൾ ഇവിടെ ഉപ്പും കാണാറുണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം നമുക്ക് കാണാനായിട്ട് പറ്റും. മഴയൊക്കെ പെയ്തിട്ട് കുറെ നാളായി, എന്നാലും വെള്ളം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടേക്ക് കടൽ വെള്ളം കയറി വരുന്ന സ്ഥലമാണ്. കടൽ വെള്ളം കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് അങ്ങോട്ട് വലിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ വിജനംഭിച്ച് കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ കടൽ വെള്ളം കയറി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ നശിച്ച് ചെറുതായി വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ ഈ സൈഡുകളൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാവും, റോഡ് കറക്റ്റ് ആ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം വന്ന് 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 അതിനകത്ത് പെട്ടു പോയിട്ടുള്ളതാണ് ആ റോഡ്. അപ്പോ ഇവരെന്താ ചെയ്തേക്കുന്ന വെച്ചാൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അവിടെ ഇവര് റീടാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വേറെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒതുക്കി കൊടുക്കാനായിട്ട് അവിടേക്ക് കയറ്റി നിർത്തണം. ഏത് വണ്ടിയുടെ അടുത്താണോ ആ ഫ്ലാഗ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അപ്പൊ ആ വണ്ടിക്കാരെ ആ ഒരു ഫ്ലാഗിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ബസ് ആയാലും കാറായാലും അങ്ങോട്ട് പോകാൻ പറ്റും. ബൈക്ക് ആണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്. ബസ് വരുമ്പോൾ ബൈക്കിന് സൈഡിൽ കൂടെ പോകാനൊന്നും പറ്റില്ല, കെട്ടിമറിഞ്ഞ് വീഴും. ഞങ്ങൾ വീണത് പോലെ തന്നെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഫ്ലാഗിന്റെ അടുത്ത് കുറച്ച് സ്ഥലം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ അത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ വണ്ടികൾക്ക് ഇങ്ങനെ ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പതുക്കെ പോകാനായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ചെറിയൊരു വെള്ളപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മണ്ണിന്. അത് ആ ഉപ്പിന്റെ ആ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ പൊന്തക്കാട് പോലൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഉപ്പിൽ എങ്ങനെയാണ് ഉണ്ടാവുന്ന അറിയില്ല. എന്നാലും ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കാണ്. പാകിസ്ഥാൻ അതിർത്തി, അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആണ് ഈ ഒരു സ്ഥലത്ത് വരുമ്പോ. ഞാനും മാർച്ച് നല്ല രീതിയിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും, അതായത് ആ വീണതിന്റെ വേദനയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പൊ എത്തുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ ഇനി നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇപ്പൊ ഓരോരോ പോയിന്റുകൾ ഉണ്ട്. കാറിലൊക്കെ വരുന്നവർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ. പിന്നെ കുക്കിനത്തിൽപ്പെട്ട ഇങ്ങനത്തെ ബേഡ്സുകൾ പലതരത്തിലുള്ളത് കുറെ 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 വെറൈറ്റീസ് ഉണ്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ കടൽ വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ടെന്ന്. അപ്പൊ അതാണ് ഈ കാണുന്നത്. അപ്പൊ വലിയ താഴ്ചയൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. ചതുപ്പ് പോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ബേഡ്സുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പലതരത്തിലുള്ളത് നമുക്കിവിടെ കാണാം. അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതും പല ഷേപ്പൊക്കെയാണ്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നടാബേറ്റ് ഇൻഡോ പാക് ബോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സാധനം ഇതിന്റെ തന്നെ പല രീതിയിലുള്ള വെറൈറ്റി പക്ഷികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ പക്ഷി നിരീക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. ഒരു ബൈനോക്കുലർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ റോട്ടിൽ ഈ ഇന്റർലോക്കിന്റെ കട്ടൊക്കെ ചിലതൊക്കെ പൊന്തി നിൽക്കുന്നത് കറക്റ്റ് ആർച്ചിക്ക് നല്ല പണിയാണ്. ഇടയ്ക്ക് തള്ളുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ സ്റ്റക്ക് ആകുമ്പോൾ കാല് ചെന്ന് നിലത്ത് തട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സത്യമാണ്, തട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും നമ്മളെ തന്നെയാണ് ഇപ്പൊ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഇന്നാണ് മുറിവ് പറ്റിയത്, അതുകൊണ്ട് ഇത്തിരി വേദനയുണ്ട്. അപ്പോ പയ്യെ പയ്യെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ആളുകൾ കാറ് കൊണ്ട് പോവാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്കും നമുക്ക് കാറൊക്കെ കൊണ്ടുപോവാട്ടോ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. ദാ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടോ. അപ്പൊ നമുക്കൊക്കെ ഇതിലെ കുനിഞ്ഞു പോവാന്നുള്ളു, വലിയ ഹൈറ്റ് ഒന്നുമില്ല. അപ്പൊ സ്റ്റോപ്പ് പാകിസ്ഥാൻ 250 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനാണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്റെ ഭഗവാനെ. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പൊ BSF ഇവിടെ. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വോയിസ് ഓവർ ആക്കുന്നത്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ നൈസായിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ ഇവിടെ കുറെ ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, പിന്നെ നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് വെച്ചേക്കുന്നത്. കേരള മലയാളി. ഞങ്ങള് അഹമ്മദാബാദിൽ വർക്ക് ചെയ്യാം. എന്താ പറയുക, ഇന്റീരിയർ ഡിസൈനർ 3D വിഷ്വലൈസർ ആയിട്ട്. കാലെങ്ങനെ ഇത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് വീണു ഇവിടെ വെച്ചിട്ട്. നമ്മുടെ ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ അവിടെ ആ നാരായണപ്പെട്ട് നിങ്ങൾ എൻട്രി ആയ സ്ഥലത്തേക്ക് പുറത്ത് എൻട്രി ആയതിന്റെ തൊട്ട് പുറത്ത് നിന്ന് പിന്നെ തിരിച്ചു പോവാന്ന് വെച്ചു. പക്ഷെ ഇന്ന് എന്റെ കൈ കണ്ടില്ല. അപ്പൊ ഇതൊക്കെ എവിടെ കിട്ടി? അവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഇല്ല, ഈ ചെയർ നാരായണപ്പെട്ടില്ല. എൻട്രി ആവുന്നിടത്ത് കിട്ടും. ഞങ്ങൾ പറഞ്ഞു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാം കുഴപ്പം എന്തിനാ ഉണ്ടോ? ഇല്ല, ചെറുതായിട്ട് ഇതുപോലെ തൊലി പോയിട്ട്, പക്ഷെ കാല് നിലത്ത് വെക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ അവിടെ അഹമ്മദാബാദ് ചെന്നിട്ട്. നിങ്ങൾ രണ്ടുപേര് തന്നെ? എവിടെന്നാ സ്ഥലം? എവിടെയാ? എന്റെ മാർത്താണ്ഡ. എവിടെ? മാർത്താണ്ഡ. മാർത്താണ്ഡ എവിടെയാ? കന്യാകുമാരി. കന്യാകുമാരി. തിരുവനന്തപുരം കളഞ്ഞ്, നെയ്യാറ്റങ്കര കളഞ്ഞ്. തമിഴാണല്ലേ അങ്കി? അറിയാം. ഞങ്ങളെ കണ്ടപ്പോ മനസ്സിലായോ മലയാളികളാണ്? അതന്നെ ചോദിച്ചത്. ഇവിടെ എവിടെയാ? ഇവിടെ BSF അല്ലേ? എവിടെയാണ് ഡ്യൂട്ടി? ആൾക്കാരും പിന്നെ ഇവിടെ കൺകാണിക്കും. മലയാളികളുണ്ടോ അവിടെ? കമ്പനിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് പാകിസ്ഥാനല്ലേ? എഴുതിയിരിക്കണില്ലേ? ഡീറ്റെയിൽ നോക്കണ ആ മാപ്പ് അടുത്ത ബോർഡില്. ഓക്കെ. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. അവിടെ പോയിട്ട് ഫോട്ടോ ഇത് പിടിച്ചോ. സോറി, എവിടെ? അവിടെ ഉണ്ടല്ലേ? ഓണല്ലേ? ഓണല്ലേ? നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അല്ലേ? കണ്ടില്ലേ കാറൊക്കെ പോണത്? സ്പെഷ്യൽ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അവസാനം എത്തിപ്പെട്ടേക്കാണ് 0 പോയിന്റ്. നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടും അപ്പുറത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും. ഈ ഒരു കമ്പിവേലിയുടെ തൊട്ടപ്പുറത്താണ് പാകിസ്ഥാൻ. പിന്നെ ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ഗൈസ്, അതിന്റെ കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു യുദ്ധം അതൊരു ഗംഭീര സംഭവമായിരുന്നു. അത് നമ്മൾ ഇന്ത്യ കറക്റ്റ് അങ്ങോട്ട് അടിച്ചു കയറി പോയിട്ടുണ്ടായിരുന്നു. 3 തവണയായിട്ടാണ് അറ്റാക്ക് നടത്തിയത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് മാപ്പ് അടക്കമാണ്. എത്ര ദൂരം നമ്മുടെ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കയറി പോയി എന്നുള്ളതും അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ വ്യക്തമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് അത് മനസ്സിലാവും. കറക്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ 1971 ആ ഒരു യുദ്ധം നടക്കുന്നത്. 3 തവണയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അറ്റാക്ക് ചെയ്ത് കയറി പോയത് കേട്ടോ, ഈ ഒരു കമ്പിവേലി കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ ഒരു പോസ്റ്റുകൾ ഉണ്ട്, വെള്ള പോസ്റ്റുകൾ. അപ്പൊ അത് ഞാൻ കാണിച്ചു. അങ്ങനെ ഇവിടെ തന്നെ തുടങ്ങാം. ഇന്ത്യ പാകിസ്ഥാൻ. ഈ ഒരു കമ്പിവേലിയുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ് കേട്ടോ, അപ്പുറത്ത് ഇന്ത്യ. നമ്മള് കറക്റ്റ് ആ 0 പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ മാത്രല്ല കേട്ടോ, നേരത്തെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ കൂടി ഉണ്ട്. ഇതേ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആർച്ച. കാലൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ വേദനയൊക്കെ കുറവുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്ത കാരണം. അപ്പൊ ക്യാമറയും പിടിച്ചിരിക്കുകയാണ് മൂപ്പരാള്. അങ്ങനെ നമ്മൾ ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഓൺ വോയിസ് കട്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കമ്പിവേലി ഉണ്ട്. അപ്പൊ ഇതിന് ഷോക്ക് ഉണ്ടോ നമുക്കൊന്ന് നോക്കണ്ടേ? ആർച്ചനെ കൊണ്ട് എന്നെ തൊടിച്ചു നോക്കാം. ഈ കമ്പിമേല് ഷോക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൽ വയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ആർച്ചനെ കൊണ്ടൊന്ന് തൊടിച്ച് നോക്കാം. ആർച്ച എക്സൈറ്റഡ് ആണ്. അപ്പൊ പിന്നെ വീൽ ചെയറിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് തൊട്ട് നോക്കാന്ന് വിചാരിക്കുന്നു. ഒന്ന് തൊട്ട് നോക്കിയോട്ടെ. ക്യാമറ ഇല്ല, അതൊന്നും ഇല്ല, ഇതുപോലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ ഈ കാണുന്ന മണ്ണ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മണ്ണ്
ഇത് പാകിസ്ഥാൻ്റെ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വേലി കെട്ടിയപ്പോൾ നമ്മുടെ അതിർത്തിയിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വേലി ഇവിടെ കെട്ടിയേക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ്റെ അതിർത്തി നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ കാണുന്നത്, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു വെള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെള്ള പോസ്റ്റ് അതാണ് പാകിസ്ഥാൻ്റെ അതിർത്തി. അതങ്ങനെ അങ്ങനെ നേരേക്ക് അങ്ങനെ വെള്ള പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു വെള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു വെള്ള പോസ്റ്റ്. ഇവിടെയാണ് പാകിസ്ഥാൻ പട്ടാളം വന്ന ആ ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പട്ടാളം വന്ന്. അപ്പോൾ നമ്മുടെ സൈനികർ ഇവിടുന്ന് കയറി അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അവരവിടെ കയറടിച്ച് നമ്മൾ ഇന്ത്യൻ പട്ടാളം കയറി പാകിസ്ഥാനിലേക്ക് കയറടിച്ചു. അവിടെ ചെന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അവിടെ മാപ്പിൽ അത് കൊടുത്തിട്ട് നമ്മൾ എവിടം വരെ കയറി, ഏതൊക്കെ സ്ഥലം നമ്മുടെ ഇതിലാക്കി എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. നമ്മൾക്ക് ആരുടെ സ്ഥലമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് അവരുടെ സ്ഥലം തിരിച്ച് വിട്ടുകൊടുത്തു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു അതിർത്തി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അതിർത്തിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി, അതുപോലെ തന്നെ വേറൊരു രാജ്യത്തിൻ്റെ ഒരു അതിർത്തിയിലും വന്ന് നിൽക്കാന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു യാത്രയും അതുപോലെ തന്നെ ഇവിടെ എത്താൻ പറ്റുമെന്നുള്ള സംഭവം ഞാനൊരു പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു സൈനികൻ, അതായത് കന്യാകുമാരി ഭാഗത്തുള്ളൊരു പട്ടാളക്കാരൻ സാറ് നമ്മളടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് മലയാളി ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്നത്. എവിടെ സ്ഥലം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലാണ്, അപ്പോൾ അഹമ്മദാബാദിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളീനോട് ഞാൻ സംസാരിച്ചപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഇനി പുള്ളിയോട് ഞാൻ ചോദിച്ചാൽ എവിടെയാണ് താമസിക്കുന്നത് വെച്ചപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണാനുണ്ടോ, ഇതിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ. അവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോട്ടേജ് പോലെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അത് ചിക്കിൻ്റെ ഏരിയയാണ്. ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതല്ല അവിടെ അല്ല. പക്ഷേ ഇവിടെ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വിടുന്നു തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനും മുതിരുന്നില്ല. കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്, അവർക്ക് എന്താ സ്പെഷ്യൽ പെർമിഷൻ ഉള്ള ആളുകളാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആർച്ച് പാവം എന്താ അവിടെ വെയിലെത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആർച്ചിലെത്തിക്കാൻ നമുക്ക് വിടണം. അപ്പുറത്തൊരു മാർക്കിംഗ് പോയിന്റ് കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ 0 പോയിന്റിലുള്ള BSF ഓഫീസേഴ്സ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവിടുത്തെ ആ ഒരു സാറ് കാണിച്ചു തന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നത്. ഒരു സംഭവം അല്ലേ അവരുടെ ഒരു ലൈഫൊക്കെ. അയ്യോ, അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മളൊരു കൊച്ചിങ്ങനെ വീഴുന്ന കണ്ടത്. അയ്യോ, ഞാനാണെങ്കിൽ ക്യാമറ ഓണാക്കി പിടിക്കുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ആകെ എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടില്ലേ, അയ്യോ. थोड़ा एक्शन हुआ इधर आके टाइम सुबह बढ़िया। हाँ बढ़िया। केरला കേരള മലയാളി. നാളെ തൃശ്ശൂര്, രണ്ടുപേരും തൃശ്ശൂര്. ഇയാള് കൊല്ലാണ്. ഹായ്. തൃശ്ശൂര് പത്തനംതിട്ട, കൊല്ലം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊരു ആക്സിഡന്റ് ആയി. വണ്ടി ഞാൻ തൃശ്ശൂര്, ആള് കൊല്ലം.